ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ സെയ്ത് പറയിൽ. ഈ കാണുന്ന പ്രകൃതി രമണീയമായ ഒരു അടിപൊളി സ്ഥലം, നെൽകൃഷി ചെയ്യുന്ന ഈ പാടങ്ങളുടെ സൈഡിലായി ഒരു അടിപൊളി വീടും സ്ഥലവും വിൽപ്പനക്കുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. വെറും 21 ലക്ഷം രൂപയിൽ താഴെയായിട്ടാണ് നിങ്ങൾക്കിത് തരാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ട ഉടനെ തന്നെ വിളിച്ചോളൂ. അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം. ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ലക്കിടി പേരൂർ പഞ്ചായത്തിൽ ലക്കിടി എന്ന സ്ഥലത്തിന് അടുത്ത് തന്നെയാണ് ഈ അടിപൊളി വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത്. ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും 400 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് 2 ബസ് റൂട്ടുകളുണ്ട്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും 2 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ആ 2 കിലോമീറ്റർ ദൂരം എല്ലാ വണ്ടികളും വരുന്ന നല്ല ടാറിങ്ങും കോൺക്രീറ്റും കൂടിയ റോഡാണ്. ഒരു 200 മീറ്റർ ദൂരം മാത്രം മൺ റോഡാണ് ഇതിലേക്കുള്ളത്. ഈ ബസ് റൂട്ട് കൂടാതെ ഇതിലേക്ക് മറ്റൊരു ബസ് റൂട്ട് കൂടിയുണ്ട്. അതിലേക്ക് വെറും 400 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ 400 മീറ്റർ ദൂരം നടന്നു പോകണം എന്ന് മാത്രം. ഇടയിലൂടെ ഒരു റെയിൽവേ ലൈൻ വരുന്നുണ്ട്. ഇതിൽ 12 സെൻറ്റ് സ്ഥലവും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന 3 ബെഡ്റൂമുള്ള ഈ അടിപൊളി വീടുമാണുള്ളത്. ഈ വീട് ഇതിൻ്റെ മേൽക്കൂര ഇരുമ്പിൻ്റെ പട്ടികയും കഴുക്കോലും ഉപയോഗിച്ചാണ് ഓടി വിരിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത് മുഴുവനും തന്നെ സീലിങ്ങും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഇവിടെ വെള്ളത്തിനൊന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ്. പാടത്തിൻ്റെ സൈഡായതുകൊണ്ട് തന്നെ ഇതിൽ തന്നെ നല്ലൊരു ബോർവെല്ലുണ്ട്. അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്ത് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ ഇതിനോട് തൊട്ടടുത്ത് തന്നെയാണ് ഭാരതപ്പുഴയുള്ളത്. ഭാരതപ്പുഴയിലേക്ക് ഇവിടെ നിന്ന് വെറും 250 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഇനി ഈ സ്ഥലത്ത് നിങ്ങൾക്ക് ഓപ്പൺ കിണർ തന്നെ വേണമെങ്കിൽ ഇതിൽ ഓപ്പൺ കിണർ കുഴിച്ചാൽ തന്നെ സുലഭമായ വെള്ളം ലഭിക്കുന്നതാണ്. അതിന് സ്ഥാനവുമുണ്ട്. ഇവിടെ നിന്ന് ജുമാ മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും 2 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിലും വെറും 1.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ക്ഷേത്രത്തിലേക്കാണെങ്കിൽ 500 മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ 4 കിലോമീറ്റർ ദൂരവുമാണുള്ളത്. വീടിൻ്റെ ഉൾവശം നോക്കുകയാണെങ്കിൽ പുറത്തു നിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു ഹാളാണ് കാണാൻ കഴിയുക. നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം വലിയൊരു ഹാൾ തന്നെയാണ്. ഇവിടെ ചുമരിൽ നല്ലൊരു ഷോക്കേസിൻ്റെ വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സൈഡിൽ സെറ്റിയും അതുപോലെ തന്നെ മറ്റൊരു സൈഡിൽ ഡൈനിങ് ടേബിളെല്ലാം ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മേൽക്കൂരയെല്ലാം തന്നെ നല്ല സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ഓടി വിരിച്ചിരിക്കുകയാണെന്ന്. അതും ഇരുമ്പിൻ്റെ പട്ടികയും കഴുക്കോലും ഉപയോഗിച്ചാണ് ഓടി വിരിച്ചിരിക്കുന്നത്. അതിന് താഴെയായി നല്ല രീതിയിൽ തന്നെയാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. പിന്നെ ഈ മെയിൻ ഹാളിൽ നിന്ന് ഒരു ആർച്ച് കൊടുത്ത് നേരെ ചെറിയൊരു ഹാളിലോട്ടാണ് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തു നിന്നാണ് മേലോട്ടുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിലത്തെല്ലാം തന്നെ നല്ല ടൈലുകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലായി ഒരു വാഷ് ബേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് മേലോട്ട് കയറാൻ ഇരുമ്പിൻ്റെ കോണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ ഇരുമ്പിൻ്റെ സ്ക്വയർ പൈപ്പ് കൊടുത്താണ് തട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മേലോട്ട് നമുക്ക് കയറാവുന്നതാണ്. ഇതിൻ്റെ സെൻറ്ററിലൂടെ മാത്രമേ നടക്കാൻ കഴിയുകയുള്ളൂ. റൂമുകളിലെല്ലാം തന്നെ സീലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ മാത്രമാണ് തട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ചെറിയ ഹാളിൽ നിന്നാണ് കിച്ചണിലോട്ടുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ നല്ല ടൈലുകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കബോർഡിൻ്റെ വർക്കുകളെല്ലാം തന്നെ ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ സീലിങ്ങും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പുകയില്ലാത്ത അടുപ്പെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചെറിയ ഹാളിൽ നിന്നും ഒരു ബെഡ്റൂമിലോട്ടുള്ള എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂം. നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെ നല്ല രീതിയിൽ തന്നെ നല്ലൊരു വാൾ കബോർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സീലിങ്ങും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ചെറിയ ഹാളിൽ നിന്ന് നേരെ ഒരു പാസേജാണ് കൊടുത്തിരിക്കുന്നത്. ഈ പാസേജിൻ്റെ 2 സൈഡിലായി 2 ബെഡ്റൂമുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ പാസേജിൻ്റെ മേൽഭാഗത്തും തന്നെ ആ തട്ട് വരുന്നുണ്ട്. ഈ ചെറിയ ഹാളിൽ നിന്ന് കൊടുത്ത തട്ട് ഈ ഭാഗത്തേക്കും വരുന്നുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ഇവിടെയുള്ള മറ്റൊരു ബെഡ്റൂം. ഇതും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും തന്നെ നല്ലൊരു വാൾ കബോർഡ് കൊടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇവിടെ നല്ല രീതിയിൽ തന്നെ സീലിങ്ങും ചെയ്തിട്ടുണ്ട്. ഇനി ഈ കാണുന്നതാണ് ഇതിലെ മാസ്റ്റർ ബെഡ്റൂം. ഇത് അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണിത്. ഇവിടെയും തന്നെ നല്ല രീതിയിൽ തന്നെ നല്ലൊരു വാൾ കബോർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നല്ല രീതിയിൽ തന്നെയാണ് സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പാസേജിൽ നിന്ന് പുറത്തോട്ടാണ് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിലായി ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സൈഡിലെ വാഷ് മെഷീനെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അലക്കാൻ വേണ്ടി ഇവിടെ ഒരു തിരുമ്പുന്ന കല്ലെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മേൽക്കൂര ഇരുമ്പിൻ്റെ ആംഗിൾ ഉപയോഗിച്ച് ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഒരു ഇരുമ്പിൻ്റെ ഡോറും കൊടുത്തിട്ടുണ്ട്. പുറത്തേക്ക് കിടക്കാൻ വേണ്ടി ഇരുമ്പിൻ്റെ ഒരു ഡോറും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ വീടിനോട് ചേർന്ന് തന്നെ ഒരു റൂമുണ്ട്. അത് നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് വേണമെങ്കിൽ ബെഡ്റൂം ആക്കണമെങ്കിൽ അങ്ങനെയാക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് അത് മാറ്റം വരുത്താവുന്നതാണ്. അതിലും തന്നെ നല്ല ഇരുമ്പിൻ്റെ പട്ടികയും കഴുക്കോലും ഉപയോഗിച്ച് തന്നെയാണ് ഓടി വിരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ വീടിൻ്റെ പുറത്തായി ഒരു ടോയ്ലറ്റ്, സെപ്പറേറ്റ് ഒരു ടോയ്ലറ്റുമുണ്ട്. ഇവിടെ നിന്ന് ലക്കിടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറും 2 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ വെറും 7 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. അപ്പോൾ ഈ പ്രകൃതി രമണീയമായ സ്ഥലത്ത് നല്ല നെൽകൃഷി ചെയ്യുന്ന പാടങ്ങളുടെ സൈഡിൽ വടക്കോട്ട് ദർശനമുള്ള ഈ അടിപൊളി 12 സെൻറ്റ് സ്ഥലവും ഈ സൂപ്പർ വീടും, ഇതിന് മുഴുവനായി വെറും 21 ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കൂടിയായിരിക്കും, നമുക്ക് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന പാടങ്ങളുടെ സൈഡിലുള്ള ഈ വീടും സ്ഥലവും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പർ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി. ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വീഡിയോ പാർലമെൻറ്റ്സിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആളുകൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.